ഒരു സ്പൈ, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ അതൊരു അങ്ങനെ ആർക്കും മനസ്സിലാകാത്തൊരു ഏരിയയാണ്. പൊതുവേ സിനിമകളിലൊക്കെ ഉള്ളൂ സാധാരണക്കാരത് കണ്ടിട്ടുള്ളത്. പക്ഷേ സിനിമകളിൽ കാണുന്ന പോലെ അല്ല അതിലെ വർക്കെന്ന് വായിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ ഇന്ത്യയുടെ ഒരു ഇൻ്റലിജൻസ് ചരിത്രം എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എന്താണ് അത് വീണ്ടും റോ ആരംഭിക്കുന്നത് വരെയുള്ളൊരു ചരിത്രമുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് റോ ആരംഭിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച്? ചാണക്യയുടേതാണ് നമ്മുടെ തിരുവള്ളുവർ ചാണക്യ. ഇവരുടെ എഴുത്തിൽ എങ്ങനെ ചാരന്മാരുടെ അവർക്ക് എന്താ യൂസ് എന്താണ്, അത് അവരെങ്ങനെ ഉപയോഗിക്കേണ്ടത്, അവരെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഏൻഷ്യൻ്റ് വിസ്ഡം ഉണ്ട്. പക്ഷേ ശരിക്കും നോക്കുമ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു, നമ്മുടെ കാലത്ത് ചെറിയ കണക്കിലുണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരാണ് തുടങ്ങിയത്, ഇൻ്റലിജൻസ് ബ്യൂറോ തുടങ്ങി. അവരുടെ അന്ന് ഇൻ്റലിജൻസ് ബ്യൂറോ ഇസ് ഓൺലി ലൈക്ക് എ കൊളോണിയൽ പവർ. നമ്മളുടെ പവർ എങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ പോവാണ്, സ്ട്രോങ് ആയിട്ട് ആളുകളെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എങ്ങനെ സപ്രസ് ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ. ഇൻ്റലിജൻസ് ബ്യൂറോ വാസ് ഇൻവേർഡ് ലുക്കിംഗ്. കാരണം അവർക്ക് എക്സ്റ്റേണലായിട്ട് പ്രോബ്ലമൊന്നുമില്ല. എക്സ്റ്റേണൽ ഇൻ്റലിജൻസൊക്കെ ബ്രിട്ടൻ നോക്കിയിരുന്നു. അതേമാതിരി ഫ്രഞ്ചുകാരും ഉണ്ടായിരുന്നു ഇവിടെ. പോർച്ചുഗീസുകാർ കുറച്ചേ ഉള്ളൂ, ഫ്രഞ്ചുകാരുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിനെ അമർത്തുക, അതായിരുന്നു അവരുടെ പ്രൈം ഒബ്ജക്റ്റീവ്. അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുകളിലും പിന്നെ ഗാന്ധിയുടെ മുകളിലും നെഹ്റുവിൻ്റെയും എല്ലാ ചീകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 1947 ശേഷം, നമ്മൾ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ഒരു കുറച്ചു കാലം ആ ഇൻ്റലിജൻസിൻ്റെ ഓർഗനൈസേഷൻ്റെ എന്താ പറയുക, മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം പിടിച്ചു. കാരണം ഇതുവരെ നമ്മൾ ബ്രിട്ടീഷുകാരുടെ പറഞ്ഞിട്ട് അവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ട് അതേമാതിരി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ അത് ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിച്ചു. പാകിസ്ഥാനും അവരെന്താ ചെയ്ത്, ബ്രിട്ടീഷുകാർ ആദ്യത്തെ ISI നമ്മൾ കേട്ടില്ലേ, ISIൻ്റെ ചീഫ് വാസ് ആൻ ഓസ്ട്രേലിയൻ, ഇസ് നോട്ട് ഈവൺ എ പാകിസ്ഥാനി. കാരണം പാകിസ്ഥാനുകാരെ അവർ വിശ്വസിച്ചിരുന്നില്ല. അന്ന് ബ്രിട്ടൻ്റെ പോളിസി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയും പാകിസ്ഥാനും ഇൻഡിപെൻഡൻ്റ് അതിന് ശേഷം കൂടി ഞങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റലിജൻസിനെ കൺട്രോൾ ചെയ്യണം, റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ട് അമേരിക്ക ഉണ്ടായിരുന്നില്ല. അമേരിക്ക വാസ് നോട്ട് ബോതേർഡ്. പക്ഷേ ഇംഗ്ലണ്ടിൽ കുറേ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കി. സോ ആദ്യത്തെ ചിലപ്പോൾ ആളുകളിലും അവർക്കും മനസ്സിലായില്ല ദാറ്റ് അവർ ആദ്യത്തെ നെഹ്റു വാസ് വാണ്ടിങ് ടു ഹാവ് ഈക്വൽ ഡിസ്റ്റൻസ്, good friendly relations, but also with Soviet Union. So he was trying to go near, Soviet leadership. ആദ്യം സ്റ്റാലിനായിരുന്നു, പിന്നെ ശേഷം ക്രൂഷേവ്, ബുൾഗാനൻ അവർ വന്നു. ആ സമയത്ത് our intelligence bureau had not adapted to that political philosophy. കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. അത് it took nearly about 15-20 years. മിസ്റ്റർ ഗാന്ധിയുടെ സമയത്ത് ശരിക്കും വന്നു. അതായത് ഇത് നമ്മുടെ ഇൻ്റലിജൻസ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സിന് നോക്കണം, നോട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇംഗ്ലണ്ട് ഓർ അമേരിക്ക. ദാറ്റ് വാസ് എ മേജർ ക്രൈസിസ്. പിന്നെ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് 1962 വാറിന് ശേഷം ദർ വാസ് എ ഫീലിംഗ് ദാറ്റ് എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻറ്റേർണൽ ഇൻ്റലിജൻസ് ആർ ഡിഫറെൻറ്റ്. അതായത് ഇൻറ്റേർണൽ ഇൻ്റലിജൻസ് ഈസ് ഓൺലി വാട്ട് ഹാപ്പൻസ് ഇൻ അന്ന് ടെററിസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, കമ്മ്യൂണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ തന്നെ രീതിയിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യേണ്ടത് അതിന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റലിജൻസിൻ്റെ റോള്. പക്ഷേ എക്സ്റ്റേണൽ ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. അതിന് ഒരു പുതിയ ഒരു ഓർഗനൈസേഷൻ വേണം. അത് ആ തിങ്കിങ് തുടങ്ങിയത് 62 ശേഷം 68 തുടങ്ങിയത്. RN കാവ് വാസ് പാർട്ട് ഓഫ് IB. IBയിലും ഒരു എക്സ്റ്റേണൽ വിങ് ഉണ്ടായിരുന്നു.
അതിൽ ആ എക്സ്റ്റേണൽ വിങ്ങിനെ എടുത്തിട്ടാണ് ദാറ്റ് ഇസ് ന്യൂക്ലിയസ് ഓഫ് റോ ആൻഡ് നമ്പർ 2 വാസ് ശങ്കർ നായർ ഫ്രം ഒറ്റപ്പാലം ആൻഡ് അപ്പോൾ അവർ തുടങ്ങി ആൻഡ് ദെൻ വാട്ട് ആർ അവർ ഒബ്ജക്റ്റീവ്സ് അപ്പോൾ എങ്ങനെ ഹൗ ടു അറ്റ് ദാറ്റ് ടൈം വി വർ ന്യൂട്രൽ കൺട്രി ആ ന്യൂട്രാലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എങ്ങനെയാണ് ഹൗ ടു ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് സൂപ്പർ പവേഴ്സ് വൺ ഈസ് അമേരിക്ക വൺ ഈസ് സോവിയറ്റ് യൂണിയൻ ആൻഡ് ദേ വർ ക്ലാഷിങ് ഓൾ ദ ടൈം നമ്മൾ ഈ ക്ലാഷ് ചെയ്യേണ്ട നോൺ അലൈൻഡ് ന്യൂട്രാലിറ്റി മീൻസ് നോൺ അലൈൻഡ് ദാറ്റ് വാസ് ദ ഒബ്ജക്റ്റീവ് ബട്ട് സ്റ്റിൽ we are getting problem. China was troubling us, Pakistan was troubling us, Bangladesh was also troubling us for some time. Sheikh Hasina വരുന്നതിൻ്റെ മുമ്പ് then we started having this problem of terrorism, externally manipulated terrorism. അതുണ്ട് പിന്നെ internal terrorism is coming. That of course is not very much the part of raw. പക്ഷേ പുറമെ പോയിട്ട് ആളുകൾ നമ്മളുടെ ആളുകളെ ഇൻസൈറ്റ് ചെയ്യുക ഓർ പീപ്പിൾ ഹു ആർ അബ്രോഡ് അവരെ ഇൻസൈറ്റ് ചെയ്തിട്ട് ദെൻ വി ഗോട്ട് ദിസ് പഞ്ചാബ് ടെററിസം അതിൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ അബ്രോഡ് അവരെന്താ ചെയ്യുന്ന അതും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ദീസ് ആർ അവർ പ്രയോറിറ്റീസ് റൈറ്റ് നൗ എക്കണോമിക് പ്രയോറിറ്റീസ് ദെൻ ദി law and order priorities and to look after what are our objectives. ഇതാണ് ഇപ്പോൾ